അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ലോക്ക്ഡൗൺ ആയിട്ട് കുറേ ദിവസമായിട്ട് ഇറച്ചിയും മീനും ചിക്കനും ഒന്നും കിട്ടാത്തതിനിതാ ഇന്ന് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനിടയ്ക്ക് രാവിലെ നാസ്തയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതൊരു മെയിൻ ക്ലീനിങ് പരിപാടിയാണ്. ഇനിയിപ്പം ലോക്ക്ഡൗൺ മാത്രമല്ലല്ലോ, നോമ്പും കൂടെ വരികയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഷാബാൻ തുടങ്ങിയില്ലേ. ബറാത്ത് വരുന്നത് 9-ാം തീയതിയാണ്. ഏപ്രിൽ 9-ന് വ്യാഴാഴ്ചയാണ് വരുന്നത്. വ്യാഴാഴ്ച പകലാണ് നോമ്പ്. അപ്പോൾ ബറാത്തിൻ്റെ മുമ്പേ എന്തായാലും വീടൊക്കെ നല്ലോണം അടിച്ച് തുടച്ച് വൃത്തിയാക്കി വെക്കലുണ്ട്. അപ്പോൾ അത് ആ ഒരു മൈൻഡ് വന്നപ്പോൾ ഇന്ന് തന്നെ അങ്ങ് ഇറങ്ങിയതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നീണ്ടു പോകും. ഒന്നാമത് ചൂടും ഒക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പം കിച്ചണിൽ തന്നെ അതങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബാക്കി മെല്ലെ മെല്ലെ ഓരോ ദിവസമായിട്ട് ഓരോ റൂമും ഹോളും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുമിച്ച് എന്തായാലും നടക്കൂല ഈ ചൂടിന്. അപ്പോൾ അതുകൊണ്ട് ആ ക്ലീനിങ് പ്രോസസ്സ് ഇന്നലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം കിച്ചന് രണ്ടുണ്ട്. ഒന്ന് സാധാ കിച്ചണായിട്ട് പിന്നെ ഒന്ന് വർക്ക് ഏരിയ എന്നാണ് മെയിനായിട്ട് എല്ലാ കുക്കിങ്ങും നടക്കുന്നത്. വീഡിയോസ് എടുക്കുന്നതും ഒക്കെ വർക്ക് ഏരിയയിൽ നിന്ന് തന്നെയാണ്. അപ്പം നമ്മുടെ കിച്ചനും വർക്ക് ഏരിയയും രണ്ടും വാള് ടൈലാണ്. കിച്ചൺ ഹാഫും അതുപോലെ വർക്ക് ഏരിയ ഫുള്ളായിട്ടും അങ്ങ് ടൈലിട്ടു. ആ സമയത്ത് അങ്ങനെ ടൈലിട്ടത് കൊണ്ട് ഏറ്റവും നല്ലതായിട്ടേ തോന്നിയിട്ടുള്ളൂ. കാരണം ആ സമയം കുറച്ചൊരു പൈസ ചിലവാക്കി ഇങ്ങനെ ടൈലിട്ടാലും പിന്നെ നമുക്ക് എന്താ പറയുക, കഴുകി തുടക്കേണ്ട പണിയല്ലേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ കിച്ചൺ വാള് പെയിൻ്റ് അടിക്കണം എന്നുള്ളൊരു പണിയില്ലല്ലോ. എന്തായാലും നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പം കയ്യിലെ കരിയോ അല്ലെങ്കിൽ പൊടിയോ ഓയിലോ ഒക്കെ എന്തായാലും പെയിൻറ്റിലാവാണ്ടിരിക്കില്ല, വാളിലാവാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു വൃത്തികേട് തോന്നും. പിന്നെ അത് പെയിൻ്റ് അടിക്കാൻ മെനക്കിടണം. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ആ ഒരു ടെൻഷനൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല കിച്ചൻ്റെ കാര്യത്തിൽ. കാരണം ടൈലായതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലീൻ ചെയ്യാം. സർഫ് ഇട്ടിട്ട് ഒന്നങ്ങ് ഉരച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോകും എന്നുള്ളൊരു സമാധാനമുണ്ട്. ഡെയിലി രാവിലെ അങ്ങ് മോപ്പ് ചെയ്യുമെങ്കിലും 1-2 ആഴ്ചയൊക്കെ കൂടുമ്പം ഇങ്ങനെ വെള്ളം ഇട്ട് ഒഴിച്ചിട്ട് തന്നെ കഴുകുന്നത് അടുക്കള എനിക്ക് അതാണ് ശരിയാവുക. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഫ്രഷ്നെസ് തോന്നും നമുക്ക് കിച്ചണിൽ കീയുമ്പോൾ തന്നെ, കിച്ചണിൽ ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ അന്ന് ഹിബാഹിന ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അടുപ്പില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്നുള്ളത്. അടുപ്പില്ല എന്ന് പറഞ്ഞിട്ടില്ല, അടുപ്പുണ്ട്. വീട്ടിൽ കൂടുന്ന സമയത്ത് തന്നെ അടുപ്പ് വെച്ചതാണ്, പുകയില്ലാത്ത അടുപ്പൊക്കെ വെച്ചത്. ആ സമയത്ത് കുറച്ച് ദിവസം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇൻട്രസ്റ്റിൽ അടുപ്പിൽ തന്നെ എല്ലാം ഉണ്ടാക്കല. ചോറുണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ പിന്നെ കറിയും എല്ലാം അടുപ്പിൽ തന്നെ ഉണ്ടാക്കും. പിന്നെ ഈ 3-4 ആൾ മാത്രം ആകുമ്പം അടുപ്പ് പിന്നെ യൂസ് ചെയ്യാണ്ടായി, മടിയായി ശരിക്കും പറഞ്ഞാൽ. പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ ഗ്യാസിൽ തന്നെ ആക്കി. അങ്ങനെ പിന്നെ അത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അടുപ്പ് അവിടെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓയിൽ, ജീരകങ്ങൾ അന്നന്ന് എടുക്കുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ അതിലങ്ങ് വെച്ച് കൊടുത്തു. ഇപ്പം വീണ്ടും രണ്ടാമത് അത് ക്ലീൻ ചെയ്തിട്ട് അടുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് അന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അടുക്കള ക്ലീനൊക്കെ കഴിഞ്ഞ് അടിച്ച് തുടച്ച് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് വരുമ്പോഴേക്കും ഉമ്മ ഇത് അവിടെ കറി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു, അപ്പോഴേക്കും ഉമ്മ തുടങ്ങിപ്പോയി. ഇതിനു മുമ്പ് ഞാൻ ഈ റെസിപ്പി കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നാലും ഞാനിതിൽ പറയുന്നുണ്ട്. ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മളെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ഗ്രേവിയൊക്കെ ആയിട്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉമ്മ ഉണ്ടാക്കുമ്പം ഈ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കുക. നല്ല ഗ്രേവി ആയിരിക്കും. നെയ്ച്ചോറിനും മൊറോട്ടിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതിപ്പം ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്, വഴറ്റിയതിന് ശേഷം പിന്നെ അരച്ചിട്ടൊരു ഗ്രേവി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ 1.5 വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഈ വലിപ്പത്തിലുള്ള ഉള്ളിയാണെങ്കിൽ 1.5 ഉള്ളി മതി. ഇത് വലിയ സൈസല്ലേ. അതല്ല ചെറിയ സൈസിലൊരു മീഡിയം വലിപ്പത്തിലൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കുക. നമ്മൾ ഇറച്ചി എത്രയാണോ എടുക്കുന്നത് അതിന് കണക്കായിട്ടാണ് ശരിക്കും ആ ഒരു ഉള്ളീൻ്റെയൊക്കെ അളവ്. പിന്നെ ഉള്ളി കൂടി പോകണ്ട, ഒരു മധുരത്തെ ടേസ്റ്റ് വന്നു പോകും. പിന്നെ ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ കൂടെ കുറച്ച് 1/2 ടീസ്പൂൺ കസ്കാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലിലേക്ക് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്നങ്ങ് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് സോഫ്റ്റായി വരുന്നത് വരെ ഈ എണ്ണയിലിട്ടങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം അവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചൂടാറിയാലൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പം അതിനിടയ്ക്ക് ഞാനിപ്പം ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പീസസ് ഇങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യം
വേറെ തന്നെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പൊരിച്ചെടുക്കണം. അപ്പം ചിക്കൻ വേവിക്കാനായിട്ട് ഞാനിപ്പം കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായി മിക്സാക്കിയിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു മുക്കാൽ ഗ്ലാസ്, മാക്സിമം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതങ്ങ് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ വാങ്ങിയാൽ നമ്മളിവിടെ സ്ഥിരമായിട്ട് കുറച്ച് ഇങ്ങനെ ആദ്യം അവിടെ വേവിച്ച് വെക്കും. പെട്ടെന്നൊരു കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർക്കൂ. മല്ലിപ്പൊടി ചേർക്കൂല വേവിക്കുന്ന സമയത്ത്. പിന്നെ കറിക്ക് വേണമെങ്കിൽ അന്നേരം ഗ്രേവിയിൽ ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഇത് മിക്സാക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഗ്രേവിയിലേക്ക് അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഞാനിപ്പം കുറച്ച് കാഷ്യൂ, ഒരു 5-8 കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂ ഇടുമ്പം നമ്മുടെ കറി കുറച്ചും കൂടെ റിച്ച് ആവും, നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു തിക്നെസ്സും കിട്ടുകയും ചെയ്യും. കാഷ്യൂ അല്ലെങ്കിൽ കുറച്ച് ബദാം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഇങ്ങനെ തന്നെ അങ്ങ് ആക്കിയാൽ മതി. ഞാനിപ്പോൾ കാഷ്യൂ ഉള്ളത് കണ്ടുകൊണ്ട് കുറച്ചങ്ങ് ഇട്ട് കൊടുത്തതാണ്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ട്. ആ ഗ്രേവി വറ്റിക്കുന്നില്ല. പിന്നെ കറിയിലേക്ക് അങ്ങ് മിക്സാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മ ഇതാ ഇവിടെ നെയ്ച്ചോറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഏത് ബ്രാൻഡ് അരി എടുത്താലും, നേരിയരി എന്ന് പറയുന്ന ജീരകശാല അരി ഉണ്ടല്ലോ, അത് ഏത് ബ്രാൻഡ് എടുത്താലും വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായാൽ നമ്മുടെ നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റായിട്ട് നല്ല മണിമണിയായിട്ട് കിട്ടും. അപ്പോൾ ചിക്കൻ ഇതാ പൊരിക്കാനായി വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നപ്പം അതിലേക്ക് വേവിച്ചിട്ടുള്ള ചിക്കൻ കുറച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഗ്രേവിക്കുള്ള കാര്യങ്ങളൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാനത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുകയാണ്. അങ്ങനെ നെയ്ച്ചോറിന് അരിയും കഴുകിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ അത്യാവശ്യം അങ്ങ് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോഴേക്കും ഗ്രേവിക്കുള്ളത് ഞാനിത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കണം. ഇതാ ചിക്കൻ ഇപ്പം പൊരിഞ്ഞു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പം ചിക്കൻ പൊരിച്ച നെയ്യ് തന്നെയാണ് എടുക്കുന്ന കറിക്ക് വേണ്ടിയിട്ട്. ഒരുപാട് വേസ്റ്റ് കീടങ്ങളൊന്നും ഇല്ല. ഇതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായ കുറച്ച് പുതിനയിലേ 2-3 എണ്ണം, അത് കറിയിലിടാൻ വേണ്ടിയിട്ട് പറിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. ഇനിയിപ്പം ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ചിക്കൻ പൊരിച്ച ആ നെയ്യാകുമ്പം കുറച്ച് എന്തായാലും അതിൽ കുറച്ച് ചിക്കൻ പൊരിഞ്ഞ് വരുമ്പോഴുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അതൊക്കെ നന്നായി വറ്റി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാവൂ. മാത്രമല്ല ആ നെയ്യാകുമ്പം കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ നെയ്യ് തന്നെ എടുത്തത്. പിന്നെ വേറൊന്നിനും യൂസ് ചെയ്യാനും പറ്റില്ലല്ലോ, കറിക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് വറ്റി എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇട്ട് കൊടുക്കാം. അതെല്ലാം മറിക്കുന്നു അവിടെയൊക്കെ. ഓൾറെഡി മാളിച്ചെടുത്തതാ. എന്നാലും ഒന്ന് നെയ്യിൽ കിടക്കുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ടാവും. 2 സ്പൂൺ മതി. 1.5 സ്പൂൺ മുളക്. അപ്പോൾ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂണല്ല ടേബിൾ സ്പൂണല്ലേ? ടേബിൾ സ്പൂണാണ്. ഇതിപ്പോൾ ചിക്കൻ വേവിച്ചിട്ടുള്ള കുറച്ച് വെള്ളമാണ്, അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മസാലകളൊക്കെ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ബാക്കി ചിക്കനും കൂടെ ഇട്ടിട്ട് മിക്സാക്കിയാൽ നമ്മുടെ കറി റെഡിയായി.
അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ചോറിൻ്റെ സമയം ഇപ്പോൾ 2 മണിയൊക്കെ ആയി. ഇനിയിപ്പം ചോറ് തിന്നാനുള്ള ടൈമായി. കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ആ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ചോറ് തിന്നാൻ വന്നതാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയും കുറച്ച് ഉള്ളിക്കച്ചവറും പിന്നെ പരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ചൂടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് ലഞ്ച് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ചോറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കറുമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഇറങ്ങിയതാണ്, പെട്ടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ പെട്ടിയപ്പത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും റെസിപ്പിയെ പറ്റി പറയുന്നില്ല. എന്തായാലും ഇപ്പം നമ്മൾ പുറത്തുനിന്ന് സാധനം വാങ്ങുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ കായ് വറുത്തയോ കിഴങ്ങ് വറുത്തയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങും എന്നല്ലാണ്ട് വീട്ടിലുണ്ടാക്കാൻ ഈ ചൂട് കാരണം പറ്റാറില്ല. പക്ഷെ എന്തായാലും ചൂട് സഹിച്ചിട്ടായാലും നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കുന്നത് നല്ലതല്ലേ, വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ എന്തായാലും കുട്ടികളും പുറത്തൊന്നും പോകുന്നില്ല, പുറത്ത് പോകാതെ ടി വിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് കറുമുറ തിന്നാനായിട്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്, ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക. എല്ലാവരും വീഡിയോസും റെസിപ്പീസും ഒക്കെ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്യട്ടെ. പിന്നെ ഗവൺമെൻറ്റും ഹെൽത്തും ഒക്കെ പറയുന്നത് പോലെ തന്നെ ഈ ഒരു മഹാമാരി തീരുന്നത് വരെ നമ്മൾ വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. സ്റ്റേ സേഫ് ഇൻ ഹോം. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.